ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് അതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ആ ബട്ടറൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വയ്ക്കുക. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 കപ്പ് ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരറ്റ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടും. ക്യാബേജ് നമ്മുടെ ഉപ്പേരിക്കൊക്കെ വേവണ പോലെ അങ്ങനെ വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ആ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഒന്ന് കടിക്കാനും കൂടി കിട്ടണ പോലെ വേണം നമുക്ക് ക്യാബേജ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് സാൻഡ്വിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജൊക്കെ കുറച്ച് ചുരുങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ഉപ്പ് അധികമായി പോവും. അപ്പോൾ അതിൻ്റെ ഈ ഒരു പാകത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബ്രെഡൊന്ന് ചൂടാക്കി എടുക്കണം. ബ്രെഡ് ചൂടാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടിഭാഗം ഒന്ന് ചൂടായിട്ട് വരണം ബട്ടറിൽ കിടന്നിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. അപ്പോൾ താഴെ ഭാഗം ഭയങ്കരമായിട്ട് കരിഞ്ഞു പോവും. ഇനി നമുക്കിത് തിരിച്ചൊന്നിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗം ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ 2 ഭാഗം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്കത് അടച്ച് വയ്ക്കാം. നിങ്ങൾക്ക് ഇതിൽ സോസോ മയോണൈസൊക്കെ വേണമെങ്കിൽ വെച്ച് കഴിക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ടോ അല്ലെങ്കിൽ ചട്ടുകം വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് 5-6 സാൻഡ്വിച്ച് തയ്യാറാക്കാം. അപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. 4 മണിക്ക് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.